ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു മഹാവൃക്ഷം എന്ന് സീതാറാം യെച്ചൂരി അടയാളപ്പെടുത്താം. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലു, സീതാറാം യെച്ചൂരിയെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ നിശ്ചയമായും ബാലഗോപാലിനുണ്ടാകും. ബാലുവിന്റെ കരിയർ തുടങ്ങുന്നത് മുതൽ CPM റിപ്പോർട്ട് ചെയ്യുന്ന, ദേശീയതലത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ആ കാലഘട്ടം മുതൽ CPM-ന്റെ ദേശീയ മുഖമായി നിന്നിരുന്ന ഒരു നേതാവ് മടങ്ങുമ്പോൾ നിശ്ചയമായും അത് CPIM-ന്റെ മാത്രം നഷ്ടമല്ല, നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന് ആകെ നഷ്ടമാണ്. എങ്ങനെ ഓർക്കാം സീതാറാം യെച്ചൂരിയെ? ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മരണം ഡൽഹി എയിംസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞോ? അഭിലാഷ്, തീർച്ചയായും സീതാറാമിൻ്റെ നഷ്ടം വലിയൊരു നഷ്ടമാണ് ദേശീയ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം. അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ AKG ഭവനിലാണ്. സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ഈ അവസാന നാളുകളിൽ ഇവിടെ നിന്നാണ് അദ്ദേഹം കഴിഞ്ഞ മാസം ആശുപത്രിയിലേക്ക് പോകുന്നത്. തുടർന്ന് ഈ യെച്ചൂരിയുടെ ഏറ്റവും, അതായത് കഴിഞ്ഞ 1977 മുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിരുന്നു ഡൽഹിയിലെ AKG ഭവനിലെ ഗോൾഡ് മാർക്കറ്റ് ഈ AKG ഭവനിലെ ആസ്ഥാനം. പക്ഷേ ഈ പാർട്ടി ഔദ്യോഗികമായി ഇതുവരെയും ഈ സീതാറാമിൻ്റെ മരണം സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. നിലവിൽ AKG ഭവനിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, A വിജയരാഘവൻ തുടങ്ങിയ പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ പാർട്ടിയുടെ ഒരു ഔദ്യോഗികമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനാണ് സാധ്യത. പാർട്ടി ഓഫീസിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ പാർട്ടി നമുക്ക് കാണാം, ഈ പാർട്ടി പതാക, അതായത് സാധാരണഗതിയിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മരിക്കുമ്പോൾ ഈ പതാക താഴ്ത്തുന്നതാണ്. പക്ഷേ അത് സംബന്ധിച്ചുള്ള അത്തരമൊരു നടപടികളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. ഞാൻ അല്പസമയം മുമ്പ് പാർട്ടി ഓഫീസിനോട് ബന്ധപ്പെട്ടിരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷേ CPM-ന്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ AKG ഭവനിൽ ഉണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടിയുടെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടാകുന്നതായിരിക്കും. ഈ ഏതായാലും ആശുപത്രി വൃത്തങ്ങൾ ഇത് സംബന്ധിച്ചുള്ള കാര്യം, അതായത് ഈ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാർത്താ ഏജൻസിയായ PTIയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇനി ഉണ്ടാകേണ്ടതായുള്ളത്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ബാലു, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കൂടിയ ജലദോഷവും അതുപോലെ തന്നെ നെഞ്ചിന് നീർക്കെട്ടുമായിട്ടാണ് അദ്ദേഹം എയിംസിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ന്യൂമോണിയ സ്ഥിരീകരിക്കപ്പെടുന്നത്. ആരും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ദശാസന്ധിയിൽ നിൽക്കുമ്പോൾ സീതാറാമിനെ പോലെ ഒരു നേതാവിന്റെ വിയോഗം പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ച അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് ഓഗസ്റ്റ് 18-ാം തീയതിയാണ് അദ്ദേഹം ആശുപത്രിയിൽ ആദ്യം പ്രവേശിക്കപ്പെടുന്നത്. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയിൽ കാര്യമായ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഈ അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖമുണ്ടായിരുന്നു. തുടർന്ന് ന്യൂമോണിയ സ്ഥിരീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് അണുബാധ ഉണ്ടായി. അവിടെ തൊട്ടാണ് സീതാറാമിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ തോതിലുള്ള ഒരു ഡിറ്റീരിയറേഷൻ അഥവാ ഒരു വീഴ്ച ഉണ്ടാകുന്നതെന്നാണ് ഈ ആശുപത്രി വൃത്തങ്ങളും പാർട്ടി വൃത്തങ്ങളും ഒക്കെ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ